ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാടൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് പാലക്കാടൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും പാലക്കാട് സ്റ്റേ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. അതിനൊരു കാരണമുണ്ട്. ശിവുവിൻ്റെ സ്കൂളിൽ ഫാമിങ്ങും അതുപോലെ തന്നെ ഫാമറിനും എർത്ത് വേം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വേർഡ്സൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ശിവുവിനാണെങ്കിൽ ഇതൊന്നും കണ്ട് പരിചയമില്ല. വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയ എപ്പോഴും ഹോണടിയും ചീറിപ്പാഞ്ഞു പോകുന്ന കുറേ വണ്ടികളും പിന്നെ പൊല്യൂഷനും തന്നെ. ഇത് കണ്ട് ഞങ്ങളും മടുത്തു. അതുകൊണ്ടാണ് പാലക്കാട് പോയിട്ട് ഒരു ദിവസമെങ്കിലും ഒരു സ്റ്റേക്കേഷൻ ആവാം എന്നുള്ളൊരു പ്ലാനിലെത്തിയത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ എപ്പോഴും കാണുന്ന കൊല്ലങ്കോട് പോലെയുള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ശാന്തമായിട്ട് എവിടെയെങ്കിലും പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ എന്താണെങ്കിലും നമുക്ക് റിസോർട്ടൊന്നും വേണ്ട, വെറുതെ ഒരു കുഞ്ഞ് വീട് കിട്ടുമെങ്കിൽ നോക്കാം എന്നുള്ളതായിരുന്നു പിന്നത്തെ പ്ലാൻ കേട്ടോ. അങ്ങനെയാണ് എയർബിഎൻബിന്ന് ഈ ഒരു സ്റ്റേ കണ്ടുപിടിച്ചത്. ഇതാണെങ്കിൽ എപ്പോഴും ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേ ഒന്നുമല്ല, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ എന്തോ ഭാഗ്യത്തിന് അത് കിട്ടി. അങ്ങനെയാണ് ഈ ഒരു വീട് സെറ്റായത്. ഇതാണെങ്കിലോ കുറേ പാടം, ഫുള്ളും പച്ചപ്പ്, അതിൻ്റെ നടുക്കായിട്ട് ഒരു കുഞ്ഞു വീട്. അവിടെയാണെങ്കിലോ ചുറ്റിനുള്ളവരൊക്കെ ഇതുപോലത്തെ കൃഷിക്കാരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. ഇപ്പോഴത്തെ കാലത്ത് ഫാമിങ്ങും അതുപോലെ തന്നെ ഞാറ് നടുന്നതും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുക, അതൊക്കെ ഒരു പ്രത്യേക ഫീലായിട്ട് തോന്നിട്ടോ. ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു. ശിവാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്തു. അത് പിന്നെ പറയണ്ടല്ലോ, അവൻ്റെ ചിരി ഫുൾ ടൈം ചിരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആള്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഹാപ്പി. ഇത് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ പോയതാണ്. അതുകൊണ്ടാണ് ഈ റോഡിൽ മുഴുവൻ ഫുട്ബോളിൻ്റെ ഇതുപോലത്തെ ഫ്ലെക്സുകളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം പോയത് മലമ്പുഴ റോപ്പ് വേയിലേക്കാണ്. അതിനൊരു കാരണവും കൂടി ഉണ്ട് കേട്ടോ. ശിവു ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോഴേക്കും പാരാഗ്ലൈഡിങ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് കുറേ വാശി പിടിച്ചു. പക്ഷെ ആ സമയത്ത് എനിക്ക് അവനെ അതിൽ കയറ്റാനായിട്ട്, ഒറ്റയ്ക്ക് കയറ്റിവിടാനായിട്ടൊരു പേടിയുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് കയറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ പ്രോമിസ് ചെയ്തതാണ് ഈ ഒരു റോപ്പ് വേയിൽ കയറ്റാമെന്ന്. അതാണെങ്കിൽ ശിവു നന്നായിട്ട് എൻജോയും ചെയ്തു കേട്ടോ. ഈ റോപ്പ് വേയിൽ കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 6ാം ക്ലാസ്സിലെ സ്കൂൾ ട്രിപ്പായിരുന്നു. ഞങ്ങൾ മലമ്പുഴയ്ക്കാണ് സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുപോയത്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആഞ്ജനയുടെ കൂട്ടത്തിൽ ഞാൻ ഈ റോപ്പ് വേയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ നേരം കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. പെട്ടെന്നൊരു സ്കൂളിലേക്ക് തിരിച്ചു പോയ ഒരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിലിരുന്നപ്പോൾ. കാരണം ശിവു ഇത് തന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മലമ്പുഴ യക്ഷീനെയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. റോപ്പ് വേയിൽ കയറാനായിട്ട് പേയ്മെൻറ്റ് നമുക്ക് GPay ചെയ്യാം. അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. കാരണം അതെടുത്ത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അക്വേറിയം ഉണ്ട്, അതുപോലെ തന്നെ വ്യൂ പോയിൻറ്റും ഉണ്ട്. ഇത് രണ്ടും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, കാരണം നമ്മൾ ക്യാഷായിട്ട് കൊണ്ടുപോകണം. ഞങ്ങളാണെങ്കിൽ ക്യാഷായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നില്ല. GPay ചെയ്യാം എന്നുള്ളതാണല്ലോ, നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ ക്യാഷ് വേണമായിരുന്നു. അപ്പോൾ ആ വഴിക്ക് പോകുന്നവരുണ്ട്, അവിടെ പോകാൻ ഉദ്ദേശിച്ചുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷായിട്ട് കയ്യിൽ കരുതാൻ ഓർമ്മ വേണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിച്ച ഒരു കുഞ്ഞു വീട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഈ വീട് കാണാനായിട്ട്. അപ്പോൾ കണ്ണാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എയർബിഎൻബിന്ന് എടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. ഞാൻ വല്ലപ്പോഴും ഒക്കെ അവർ ലിസ്റ്റ് ചെയ്യാറുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ പാലക്കാട് പോയ സ്ഥിതിക്ക് നല്ല പാലക്കാട് മട്ട അരിയും അതുപോലെ തന്നെ നല്ല നാടൻ കറികളും ഒക്കെ വെച്ചിട്ട് ഒരു ഉച്ചയൂണ്, അതും ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതുകൊണ്ട് കുറച്ച് റെസ്റ്റോറൻ്റൊക്കെ നോക്കി വെച്ചിട്ടാണ് പോയത്, നമ്മുടെ വീട്ടിലെ ഊണ് പോലെ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഊണും വാങ്ങിച്ചിട്ടാണ് നേരെ സ്റ്റേയിലേക്ക് പോയത്. ഇനി പാലക്കാടിൻ്റെ ഭംഗി നിങ്ങൾ കണ്ട് ആസ്വദിച്ചോളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.